ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം. ബാബിലോണിലെ സമ്മേളനം. നേരിയായുടെ പുത്രൻ ബാറൂക്ക് ബാബിലോണിൽ വെച്ച് എഴുതിയ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം. നേരിയ മാസയായുടെയും മാസയ സെദേക്കിയായുടെയും സെദേക്കിയ ഹസാദിയായുടെയും ഹസാദിയ ഹിൽക്കിയായുടെയും പുത്രനാണ്. 5-ാം വർഷം മാസത്തിന്റെ 7-ാം ദിവസം കൽദായർ ജെറുസലേം പിടിച്ചടക്കി അഗ്നിക്കിരയാക്കിയപ്പോഴാണ് ഇത് എഴുതിയത്. യൂദാ രാജാവായ യഹോയാക്കിമിന്റെ പുത്രൻ യെക്കോനിയായും ഈ ഗ്രന്ഥം വായിച്ചു കേൾക്കാൻ എത്തിയ ജനവും കേൾക്കെ ബാറൂക്ക് ഇത് വായിച്ചു. പ്രഭുക്കന്മാരും രാജകുമാരന്മാരും ശ്രേഷ്ഠന്മാരും ഉൾപ്പെടെ ബാബിലോണിൽ സൂദ് നദിയുടെ തീരത്ത് വസിച്ചിരുന്ന വലിയവരും ചെറിയവരുമായ എല്ലാ ജനവും കേൾക്കെ ഇത് വായിച്ചു. അപ്പോൾ അവർ വിലപിക്കുകയും ഉപവസിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഓരോരുത്തരും കഴിവിനനുസരിച്ച് കൊടുത്ത പണം അവർ ശേഖരിച്ചു. അവർ അത് ഷല്ലൂമിന്റെ മകനായ ഹിൽക്കിയായുടെ മകനും പ്രധാന പുരോഹിതനുമായ യഹോയാക്കീമിനും അവനോടൊത്ത് ജെറുസലേമിലുണ്ടായിരുന്ന പുരോഹിതന്മാർക്കും ജനങ്ങൾക്കുമായി അയച്ചുകൊടുത്തു. അതേസമയം ബാറൂക്ക് സീവാൻ മാസം 10-ാം ദിവസം യൂദാദേശത്തേക്ക് തിരികെ കൊണ്ടുപോകാനായി ദേവാലയത്തിൽ നിന്ന് കൊള്ള ചെയ്യപ്പെട്ട പാത്രങ്ങൾ എടുത്തു. യൂദാ രാജാവായ ജോസിയായുടെ മകൻ സെദക്കിയ നിർമ്മിച്ച വെള്ളിപ്പാത്രങ്ങളായിരുന്നു അവ. ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ യെക്കോണിയായെയും രാജകുമാരന്മാരെയും ലോഹപ്പണിക്കാരെയും കുലീനരെയും ദേശത്തെ ജനങ്ങളെയും ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയതിനു ശേഷമാണ് ഈ പാത്രങ്ങൾ സെദക്കിയ നിർമ്മിച്ചത്. അവർ പറഞ്ഞു, ഇതോടൊപ്പം ഞങ്ങൾ നിങ്ങൾക്ക് പണവും അയക്കുന്നു. ഈ പണം കൊണ്ട് ദഹനബലിക്കും പാപപരിഹാര ബലിക്കും ധാന്യബലിക്കും വസ്തുക്കളും സുഗന്ധദ്രവ്യവും വാങ്ങി നമ്മുടെ ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിൽ അർപ്പിക്കണം. ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിന്റെയും അവന്റെ പുത്രൻ ബെൽഷാസറിന്റെയും ആയുസ്സിനു വേണ്ടിയും അവരുടെ ഐഹിക ജീവിതം സ്വർഗീയ ജീവിതം പോലെ ആകുന്നതിനു വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിന്റെയും അവന്റെ മകൻ ബെൽഷാസറിന്റെയും സംരക്ഷണത്തിൽ ജീവിച്ച് അവരെ ദീർഘകാലം സേവിക്കുന്നതിനും അവരുടെ സംപ്രീതി നേടുന്നതിനുമായി കർത്താവ് ഞങ്ങൾക്ക് ശക്തിയും കണ്ണുകൾക്ക് പ്രകാശവും നൽകും. ഞങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെ ഞങ്ങൾ പാപം ചെയ്തു. അവിടുത്തെ കോപവും ക്രോധവും ഞങ്ങളിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തോട് പ്രാർത്ഥിക്കുവിൻ. ഉത്സവ ദിവസങ്ങളിലും നിർദ്ദിഷ്ട കാലങ്ങളിലും കർത്താവിന്റെ ആലയത്തിൽ വെച്ച് നിങ്ങൾ ഏറ്റുപറയുന്നതിനു വേണ്ടി ഞങ്ങൾ അയച്ചു തരുന്ന ഈ പുസ്തകം വായിക്കണം. തെറ്റുകൾ ഏറ്റുപറയുന്നു. നിങ്ങൾ പറയണം, നീതി നമ്മുടെ ദൈവമായ കർത്താവിന്റേതാണ്. യൂദായിലെ ജനവും ജെറുസലേം നിവാസികളും നമ്മുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പിതാക്കന്മാരും ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ഇന്നുവരെ ലജ്ജിതരാണ്. എന്തെന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ പാപം ചെയ്തു. ഞങ്ങൾ അവിടുത്തെ അനുസരിച്ചില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കുകയോ അവിടുന്ന് നൽകിയ കൽപ്പനകൾ അനുസരിക്കുകയോ ചെയ്തില്ല. ഈജിപ്ത് ദേശത്ത് നിന്ന് ഞങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്ന നാൾ മുതൽ ഇന്നുവരെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ അനുസരിക്കാത്തവരും അവിടുത്തെ സ്വരം ശ്രവിക്കുന്നതിൽ ഉദാസീനരുമാണ്. തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തിന് അവകാശികളാക്കാൻ വേണ്ടി ഞങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്ത് ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ തന്റെ ദാസനായ മോശ വഴി കർത്താവ് അരുളി ചെയ്ത ശാപങ്ങളും അനർത്ഥങ്ങളും ഇന്നും ഞങ്ങളുടെ മേലുണ്ട്. ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ അടുത്തേക്ക് അയച്ച പ്രവാചകന്മാർ അറിയിച്ച അവിടുത്തെ വചനം ഞങ്ങൾ ശ്രവിച്ചില്ല. എന്നാൽ അന്യദേവന്മാരെ സേവിച്ചും ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ദൃഷ്ടിയിൽ തിന്മയായത് പ്രവർത്തിച്ചും ഞങ്ങൾ തന്നിഷ്ടം പോലെ നടന്നു. ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം. അതിനാൽ ഞങ്ങൾക്കെതിരെ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ ന്യായാധിപന്മാർക്കും രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും ഇസ്രായേലിലെയും യൂദായിലെയും ജനത്തിനുമെതിരെ കർത്താവ് അരുളി ചെയ്ത വാക്കുകൾ അവിടുന്ന് നിറവേറ്റി. മോശയുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്നതിനനുസൃതമായി ജെറുസലേമിനോട് അവിടുന്ന് പ്രവർത്തിച്ചതുപോലെ ആകാശത്തിന് കീഴിൽ മറ്റെങ്ങും സംഭവിച്ചിട്ടില്ല. ഒരുവൻ തന്റെ പുത്രന്റെയും മറ്റൊരുവൻ തന്റെ പുത്രിയുടെയും മാംസം ഭക്ഷിക്കുമെന്ന് ഞങ്ങളെക്കുറിച്ച് അതിൽ എഴുതിയിരുന്നു.
ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് അവിടുന്ന് ഞങ്ങളെ അധീനരാക്കുകയും സമീപവാസികളായ ജനതകളുടെ ഇടയിൽ ഞങ്ങളെ ചിതറിക്കുകയും ചെയ്തു. ഞങ്ങൾ അവരുടെ പരിഹാസത്തിനും നിന്ദയ്ക്കും പാത്രമായി. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കാതെ ഞങ്ങൾ അവിടുത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റി. നീതി ഞങ്ങളുടെ ദൈവമായ കർത്താവിൽ നിന്നുള്ളതാണ്. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ ഈ നാൾ വരെ ലജ്ജിതരാണ്. ഞങ്ങളുടെ മേൽ വരുത്തുമെന്ന് കർത്താവ് അരുളി ചെയ്ത അനർത്ഥങ്ങൾ ഞങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. എന്നിട്ടും ഞങ്ങൾ ഞങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ വിചാരങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് കർത്താവിന്റെ പ്രീതിക്കായി യാചിച്ചില്ല. കർത്താവ് അനർത്ഥങ്ങൾ ഒരുക്കി ഞങ്ങളുടെ മേൽ വരുത്തി. ഞങ്ങളോട് ചെയ്യാൻ അവിടുന്ന് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് നീതിമാനാണ്. എന്നിട്ടും ഞങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുകയോ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ചട്ടങ്ങൾ അനുസരിക്കാൻ കൂട്ടാക്കുകയോ ചെയ്തില്ല. മോചനത്തിനു വേണ്ടി പ്രാർത്ഥന. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ, അങ്ങ് കരുത്തുറ്റ കരത്താലും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും മഹാശക്തിയാലും നീട്ടിയ ഭുജത്താലും അവിടുത്തെ ജനത്തെ ഈജിപ്ത് ദേശത്ത് നിന്ന് മോചിപ്പിക്കുകയും അങ്ങനെ അങ്ങേക്ക് ഇന്നും നിലനിൽക്കുന്ന ഒരു നാമം നേടുകയും ചെയ്തു. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങൾ പാപം ചെയ്തു. ഞങ്ങൾ അധർമ്മം പ്രവർത്തിച്ചു. അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ചു. അങ്ങ് ഞങ്ങളെ ജനതകളുടെ ഇടയിൽ ചിതറിച്ചു. ഞങ്ങൾ കുറച്ചുപേർ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. അങ്ങയുടെ കോപം പിൻവലിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിക്കണമേ. അങ്ങയെ പ്രതി ഞങ്ങളെ രക്ഷിക്കണമേ. പ്രവാസത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയവർക്ക് ഞങ്ങളോട് പ്രീതി തോന്നാൻ ഇടയാക്കണമേ. അങ്ങനെ അവിടുന്ന് ഞങ്ങളുടെ ദൈവമായ കർത്താവാണെന്ന് ഭൂമി മുഴുവൻ അറിയട്ടെ. എന്തെന്നാൽ ഇസ്രായേലും അവന്റെ സന്തതികളും അവിടുത്തെ നാമത്തിലാണ് അറിയപ്പെടുന്നത്. കർത്താവെ, അങ്ങയുടെ വിശുദ്ധ വാസസ്ഥലത്ത് നിന്ന് ഞങ്ങളെ കടാക്ഷിക്കുകയും ഞങ്ങളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യണമേ. കർത്താവെ, ചെവി ചായച്ച് കേൾക്കണമേ. കർത്താവെ, കണ്ണു തുറന്ന് കാണണമേ. ശരീരത്തിൽ നിന്ന് പ്രാണൻ വേർപെട്ട് മരിച്ച് പാതാളത്തിൽ കിടക്കുന്നവർ കർത്താവിനെ മഹത്വപ്പെടുത്തുകയോ നീതിമാനെന്ന് പ്രഘോഷിക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ കർത്താവെ, വലിയ ദുഃഖം അനുഭവിക്കുന്നവനും ക്ഷീണിച്ച് കുനിഞ്ഞു നടക്കുന്നവനും വിശന്ന് പൊരിഞ്ഞ് കണ്ണുമങ്ങിയവനും അങ്ങയെ മഹത്വപ്പെടുത്തും. അങ്ങയുടെ നീതി പ്രഘോഷിക്കും. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങളുടെ പിതാക്കന്മാരുടെയോ രാജാക്കന്മാരുടെയോ നീതിയാലല്ല ഞങ്ങൾ അങ്ങയുടെ കാരുണ്യം യാചിക്കുന്നത്. അങ്ങയുടെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി മുൻകൂട്ടി അറിയിച്ചതുപോലെ അവിടുന്ന് ഞങ്ങളുടെ മേൽ ഉഗ്രകോപം വർഷിച്ചിരിക്കുന്നു. അവർ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ കഴുത്തുകുനിച്ച് ബാബിലോൺ രാജാവിനെ സേവിച്ചാൽ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ദേശത്ത് നിങ്ങൾ വസിക്കും. എന്നാൽ നിങ്ങൾ കർത്താവിന്റെ വാക്ക് ശ്രവിക്കാതെയും ബാബിലോൺ രാജാവിനെ സേവിക്കാതെയും ഇരുന്നാൽ യൂദാ നഗരങ്ങളിൽ നിന്നും ജെറുസലേമിന്റെ പരിസരങ്ങളിൽ നിന്നും ആഹ്ലാദത്തിന്റെയും ഉല്ലാസത്തിന്റെയും ആരവവും മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരവും ഞാൻ ഇല്ലാതാക്കും. ആരെയും അവശേഷിപ്പിക്കാതെ ദേശം മുഴുവൻ ഞാൻ വിജനമാക്കും. ബാബിലോൺ രാജാവിനെ സേവിക്കുക എന്ന അങ്ങയുടെ കൽപ്പന ഞങ്ങൾ അനുസരിച്ചില്ല. അതിനാൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെയും രാജാക്കന്മാരുടെയും അസ്ഥികൾ അവരുടെ ശവക്കുഴിയിൽ നിന്ന് പുറത്തെടുക്കുമെന്ന് അങ്ങയുടെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി അരുളി ചെയ്തത് അങ്ങ് നിറവേറ്റി. ഇതാ, അവ പകലിന്റെ ചൂടും രാത്രിയുടെ മഞ്ഞും ഏറ്റുകിടക്കുന്നു. അവർ ക്ഷാമവും വാളും പകർച്ചവ്യാധിയും കൊണ്ടുള്ള കഠിന യാതനകളാൽ നശിച്ചു. അങ്ങയുടെ നാമത്തിൽ അറിയപ്പെടുന്ന ആലയം ഇസ്രായേൽ ഭവനത്തിന്റെയും യൂദാ ഭവനത്തിന്റെയും ദുഷ്ടതയാൽ അങ്ങ് ഇന്നത്തെ നിലയിലാക്കി. വാഗ്ദാനങ്ങൾ അനുസ്മരിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, എന്നിട്ടും അങ്ങ് അനന്തമായ കാരുണ്യവും ആർദ്രതയും ഞങ്ങളോട് കാണിച്ചു. എന്തെന്നാൽ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ വെച്ച് അങ്ങയുടെ നിയമം രേഖപ്പെടുത്താൻ അങ്ങയുടെ ദാസനായ മോശയോട് കൽപ്പിച്ച ദിവസം അവൻ വഴി അങ്ങ് ഇപ്രകാരം അരുളി ചെയ്തു, നിങ്ങൾ എന്റെ സ്വരം ശ്രവിക്കുന്നില്ലെങ്കിൽ ഞാൻ ജനതകളുടെ ഇടയിൽ ചിതറിക്കുന്ന അസംഖ്യമായി ജനതയിൽ ഒരു ചെറിയ ഗണം മാത്രമേ അവശേഷിക്കൂ. ദുശാഠ്യക്കാരായ അവർ എന്നെ അനുസരിക്കുകയില്ലെന്ന് എനിക്കറിയാം. എന്നാൽ പ്രവാസദേശത്ത് അവർക്ക് മനപരിവർത്തനമുണ്ടാകും. ഞാനാണ് അവരുടെ ദൈവമായ കർത്താവെന്ന് അവർ അറിയും. അനുസരിക്കുന്ന ഹൃദയവും ശ്രവിക്കുന്ന ചെവികളും ഞാൻ അവർക്ക് നൽകും. അടിമത്തത്തിന്റെ നാട്ടിൽ വെച്ച് അവർ എന്നെ പുകഴ്ത്തുകയും എന്റെ നാമത്തെ അനുസ്മരിക്കുകയും ചെയ്യും. ദുശാഠ്യത്തിൽ നിന്നും ദുഷ്പ്രവൃത്തിയിൽ നിന്നും അവർ പിന്തിരിയും. എന്തെന്നാൽ
കർത്താവിന്റെ മുമ്പിൽ പാപം ചെയ്ത പിതാക്കന്മാരുടെ ഗതി അവർ ഓർക്കും. അവരുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ അവരെ വീണ്ടും കൊണ്ടുവരും. അവർ അവിടെ വാഴും. ഞാൻ അവരെ വർദ്ധിപ്പിക്കും. അവരുടെ എണ്ണം കുറയുകയില്ല. ഞാൻ അവരുടെ ദൈവവും അവർ എന്റെ ജനവുമായിരിക്കാൻ ഞാൻ അവരുമായി ഒരു ശാശ്വത ഉടമ്പടി ഉണ്ടാക്കും. ഞാൻ അവർക്ക് നൽകിയിരിക്കുന്ന ദേശത്തു നിന്ന് ഇനിമേൽ അവരെ ബഹിഷ്കരിക്കുകയില്ല. ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം. സർവശക്തനായ കർത്താവേ, ഇസ്രായേലിന്റെ ദൈവമേ, ദുഃഖിതമായ ആത്മാവും തളർന്ന ഹൃദയവും ഇതാ അങ്ങയോട് നിലവിളിക്കുന്നു. കർത്താവേ, ശ്രവിക്കണമേ, കരുണ തോന്നണമേ. ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ പാപം ചെയ്തിരിക്കുന്നു. അങ്ങ് എന്നേക്കും സിംഹാസനസ്ഥനാണ്, ഞങ്ങളോ എന്നേക്കുമായി നശിക്കുന്നു. സർവശക്തനായ കർത്താവേ, ഇസ്രായേലിന്റെ ദൈവമേ, ഇസ്രായേലിലെ മരണത്തിന് ഒഴിഞ്ഞിട്ടവരുടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കാതെ അവിടുത്തെ മുമ്പിൽ പാപം ചെയ്യുകയും അങ്ങനെ ഞങ്ങളുടെ മേൽ അനർത്ഥം വരുത്തിവെക്കുകയും ചെയ്തവരുടെ മക്കളുടെ പ്രാർത്ഥന ശ്രവിക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ അപരാധങ്ങൾ ഓർക്കാതെ അങ്ങയുടെ നാമത്തെയും ശക്തിയെയും ഇപ്പോൾ സ്മരിക്കണമേ. എന്തെന്നാൽ അങ്ങാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവ്. കർത്താവെ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കും. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നതിനായി അങ്ങയെക്കുറിച്ചുള്ള ഭയം ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചു. അങ്ങയുടെ മുമ്പിൽ പാപം ചെയ്ത ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഉപേക്ഷിച്ചിരിക്കുന്നതിനാൽ ഞങ്ങളുടെ പ്രവാസത്തിൽ ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തും. ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങൾ നിന്നയും ശാപവും ശിക്ഷയും ഏറ്റുകൊണ്ട് അങ്ങ് ഞങ്ങളെ ചിതറിച്ചു കളഞ്ഞ ഇടങ്ങളിൽ ഇതാ ഞങ്ങൾ ഇന്നും പ്രവാസികളായി കഴിയുന്നു. യഥാർത്ഥ ജ്ഞാനം. ഇസ്രായേലെ, ജീവന്റെ കൽപ്പനകൾ കേൾക്കുക. ശ്രദ്ധാപൂർവം ജ്ഞാനമാർജിക്കുക. ഇസ്രായേലെ, നീ ശത്രുരാജ്യത്ത് അകപ്പെടാൻ എന്താണ് കാരണം? വിദേശത്ത് വെച്ച് വാർദ്ധക്യം പ്രാപിക്കുന്നത് എന്തുകൊണ്ട്? മൃതരോടൊപ്പം അശുദ്ധനാകാൻ കാരണമെന്ത്? പാതാളത്തിൽ പതിക്കുന്നവരോടൊപ്പം നീ ഗണിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? ജ്ഞാനത്തിന്റെ ഉറവിടം നീ പരിത്യജിച്ചു. ദൈവത്തിന്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ നീ എന്നേക്കും സമാധാനത്തിൽ വസിക്കുമായിരുന്നു. ജ്ഞാനവും ശക്തിയും വിവേകവും എവിടെയുണ്ടെന്നറിയുക. ദീർഘായുസ്സും ജീവനും സമാധാനവും കണ്ണുകൾക്ക് പ്രകാശവും എവിടെയുണ്ടെന്ന് അപ്പോൾ നീ ഗ്രഹിക്കും. അവളുടെ നികേതനം ആരാണ് കണ്ടെത്തിയത്? ആരവളുടെ കലവറയിൽ പ്രവേശിച്ചിട്ടുണ്ട്? ജനതകളുടെ രാജാക്കന്മാർ എവിടെ? ഭൂമിയിലെ മൃഗങ്ങളെ ഭരിക്കുന്നവരെവിടെ? ആകാശത്തിലെ പക്ഷികളെ കൊണ്ട് വിനോദിക്കുന്നവർ എവിടെ? എത്ര കിട്ടിയാലും മതിവരാത്ത സ്വർണത്തിലും വെള്ളിയിലും വിശ്വാസമർപ്പിച്ച് അത് സംഭരിച്ചു വെക്കുന്നവരെവിടെ? പണം നേടാൻ ആർത്തി പൂണ്ട് അതിരറ്റ് അധ്വാനിക്കുന്നവരെവിടെ? അവർ അപ്രത്യക്ഷരായി, പാതാളത്തിൽ നിബദിച്ചു. അവരുടെ സ്ഥാനത്ത് മറ്റുള്ളവർ വന്നിരിക്കുന്നു. പുതുതലമുറ പകൽ വെളിച്ചം കാണുകയും ഭൂമിയിൽ വസിക്കുകയും ചെയ്തു. എന്നാൽ അറിവിലേക്കുള്ള മാർഗം അവർ പഠിച്ചില്ല. അവളുടെ പാതകൾ മനസ്സിലാക്കിയില്ല. അവളെ കരസ്ഥമാക്കിയുമില്ല. അവരുടെ പുത്രന്മാർ അവളുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ച് അകന്നുപോയി. കാനാനിൽ അവളെപ്പറ്റി കേട്ടിട്ടില്ല. തേമാനിൽ അവളെ കണ്ടിട്ടില്ല. ഭൂമിയിൽ ജ്ഞാനം അന്വേഷിക്കുന്ന ഹാഗാറിന്റെ പുത്രന്മാരോ മിദിയാനിലെയും തേമാനിലെയും വ്യാപാരികളോ ജ്ഞാനാന്വേഷികളോ കഥ ചമയ്ക്കുന്നവരോ ജ്ഞാനത്തിലേക്കുള്ള മാർഗം മനസ്സിലാക്കിയിട്ടില്ല. അവളുടെ പാതകളെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. ഇസ്രായേലെ, ദൈവത്തിന്റെ ആലയം എത്ര വലുതാണ്! അവിടുത്തെ ദേശം വിസ്തൃതമാണ്. അത് വിസ്തൃതവും അതിരറ്റതുമാണ്, ഉന്നതവും അപരിമേയവുമാണ്. പണ്ടുമുതലേ പ്രശസ്തരായ മല്ലന്മാരും അതികായന്മാരും യുദ്ധവിദഗ്ധന്മാരും അവിടെ ജനിച്ചു. ദൈവം അവരെ തിരഞ്ഞെടുത്തില്ല, അറിവിന്റെ മാർഗം കാണിച്ചു കൊടുത്തുമില്ല. ജ്ഞാനമില്ലാതിരുന്നതിനാൽ അവർ നശിച്ചു. അവരുടെ ഭോഷത്വം നിമിത്തം അവർ നശിച്ചു. ആരാണ് സ്വർഗത്തിൽ കയറി അവളെ പിടിച്ച് മേഘത്തിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരുന്നത്? സമുദ്രം കടന്ന് അവളെ കണ്ടുപിടിച്ചത് ആര്? തനി സ്വർണം കൊടുത്ത് ആരവളെ വാങ്ങും? അവളുടെ അടുത്തേക്കുള്ള മാർഗം ആർക്കും അറിവില്ല. ആ മാർഗത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നവരുമില്ല. എന്നാൽ എല്ലാം അറിയുന്നവൻ അവളെ അറിയുന്നു. അവിടുന്ന് അവളെ തന്റെ അറിവ് കൊണ്ട് കണ്ടെത്തി. എന്നേക്കുമായി ഭൂമിയെ സ്ഥാപിച്ചവൻ അത് നാൽക്കാലികളെ കൊണ്ട് നിറച്ചു. അവിടുന്ന് പ്രകാശം അയക്കുന്നു, അത് പോകുന്നു. അവിടുന്ന് വിളിച്ചു, ഭയത്തോടെ അത് അനുസരിച്ചു.
നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളിൽ പ്രകാശിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. അവിടുന്ന് അവയെ വിളിച്ചു, ഇതാ ഞങ്ങളെന്നവ പറഞ്ഞു. തങ്ങളെ സൃഷ്ടിച്ചവനു വേണ്ടി അവ സന്തോഷപൂർവ്വം മിന്നിത്തിളങ്ങി. അവിടുന്നാണ് നമ്മുടെ ദൈവം, അവിടുത്തോട് തുലനം ചെയ്യാൻ ഒന്നുമില്ല. അവിടുന്ന് അറിവിലേക്കുള്ള എല്ലാ വഴികളും കണ്ടെത്തി. അവളെ തന്റെ ദാസനായ യാക്കോബിന്, താൻ സ്നേഹിച്ച ഇസ്രായേലിന് കൊടുത്തു. അനന്തരം അവൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും മനുഷ്യരുടെ ഇടയിൽ വസിക്കുകയും ചെയ്തു. ബറൂഖ് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം. ദൈവകൽപ്പനകളുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ്. അവളോട് ചേർന്ന് നിൽക്കുന്നവൻ ജീവിക്കും, അവളെ ഉപേക്ഷിക്കുന്നവൻ മരിക്കും. യാക്കോബേ, മടങ്ങി വന്ന് അവളെ സ്വീകരിക്കുക, അവളുടെ പ്രകാശത്തിന്റെ പ്രഭയിലേക്ക് നടക്കുക. നിന്റെ മഹത്വം അന്യനോ നിന്റെ പ്രത്യേക അവകാശം വിദേശിക്കോ കൊടുക്കരുത്. ഇസ്രായേലെ, നമ്മൾ സന്തുഷ്ടരാണ്, എന്തെന്നാൽ ദൈവത്തിന് പ്രീതികരമായവ എന്തെന്ന് നമുക്കറിയാം. ജെറുസലേമിന്റെ യാതന. ഇസ്രായേലിന്റെ സ്മാരകമേ, എന്റെ ജനമേ, ധൈര്യമായിരിക്കുക. നിങ്ങളെ ജനതകൾക്ക് വിറ്റത് നശിപ്പിക്കാനായിരുന്നില്ല, ദൈവത്തെ കോപിപ്പിച്ചതിനാലാണ് നിങ്ങളെ ശത്രുകരങ്ങളിൽ ഏൽപ്പിച്ചത്. ദൈവത്തിന് പകരം പിശാചുക്കൾക്ക് ബലിയർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ പ്രകോപിപ്പിച്ചു. നിങ്ങളെ പരിപാലിച്ച നിത്യനായ ദൈവത്തെ നിങ്ങൾ വിസ്മരിച്ചു. നിങ്ങളെ പോറ്റിയ ജെറുസലേമിനെ നിങ്ങൾ വേദനയിലാഴ്ത്തി. ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ നിബന്ധിച്ച ക്രോധം കണ്ട് അവൾ പറഞ്ഞു, സിയോന്റെ അയൽവാസികളെ ശ്രവിക്കുവിൻ, ദൈവം എനിക്ക് വലിയ സങ്കടം വരുത്തിയിരിക്കുന്നു. നിത്യനായവൻ എന്റെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മേൽ വരുത്തിയ അടിമത്തം ഞാൻ കണ്ടു. സന്തോഷത്തോടെ ഞാൻ അവരെ വളർത്തി, എന്നാൽ ദുഃഖത്തോടും വിലാപത്തോടും കൂടെ ഞാൻ അവരെ പറഞ്ഞയച്ചു. അനേകം മക്കൾ നഷ്ടപ്പെട്ട വിധവയായ എന്നെക്കുറിച്ച് ആരും സന്തോഷിക്കാതിരിക്കട്ടെ. എന്റെ മക്കളുടെ പാപങ്ങൾ നിമിത്തം ഞാൻ ഏകാകിനിയായി തീർന്നു. അവർ ദൈവത്തിന്റെ നിയമത്തിൽ നിന്ന് വ്യതിചലിച്ചു. അവിടുത്തെ നിയമങ്ങളെ അവർ ആദരിച്ചില്ല. ദൈവകൽപ്പനകളുടെ മാർഗത്തിൽ അവർ ചരിച്ചില്ല. അവിടുത്തെ നീതിയുടെ ശിക്ഷണത്തിന്റെ പാത അവർ പിൻചെന്നില്ല. സിയോന്റെ അയൽക്കാർ വന്ന് എന്റെ പുത്രന്മാരുടെ മേലും പുത്രിമാരുടെ മേലും നിത്യനായവൻ വരുത്തിയ അടിമത്തം കാണട്ടെ. അവിടുന്ന് അവർക്കെതിരെ വിദേശത്തു നിന്നൊരു ജനതയെ, നിർലജ്ജരും അന്യഭാഷ സംസാരിക്കുന്നവരും വൃദ്ധന്മാരുടെ ബഹുമാനമോ ശിശുക്കളോട് കരുണയോ ഇല്ലാത്തവരുമായ ജനതയെ കൊണ്ടുവന്നു. വിധവയുടെ പ്രിയപുത്രന്മാരെ അവർ പിടിച്ചുകൊണ്ടുപോയി. പുത്രിമാരെ അപഹരിച്ച് എന്നെ ഏകാകിനിയാക്കി. നിങ്ങളെ സഹായിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? നിങ്ങളുടെ മേൽ ഈ നാശം വരുത്തിയവൻ തന്നെ നിങ്ങളെ ശത്രുക്കളിൽ നിന്ന് മോചിപ്പിക്കട്ടെ. എന്റെ മക്കളെ, പോകുവിൻ. ഞാൻ ഏകാന്തതയിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ സമാധാനത്തിന്റെ അങ്കി മാറ്റി യാചനയുടെ ചാക്കുടുത്തു. ജീവിതകാലം മുഴുവൻ ഞാൻ നിത്യനായവനോട് നിലവിളിക്കും. ജെറുസലേമിന് പ്രതീക്ഷ. എന്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ശത്രുകരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടുന്ന് നിങ്ങളെ മോചിപ്പിക്കും. നിങ്ങളെ രക്ഷിക്കുമെന്ന പ്രത്യാശ ഞാൻ നിത്യനായവനിൽ അർപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധനായവനിൽ നിന്ന് എനിക്ക് ആനന്ദം കൈവന്നിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ നിത്യരക്ഷകനിൽ നിന്ന് നിങ്ങൾക്ക് ഉടൻ കാരുണ്യം ലഭിക്കും. ഞാൻ നിങ്ങളെ ദുഃഖത്തോടും വിലാപത്തോടും കൂടെ അയച്ചു. ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടെ എനിക്ക് നിങ്ങളെ ദൈവം എന്നേക്കുമായി തിരികെ നൽകും. സിയോന്റെ അയൽക്കാർ നിങ്ങളുടെ അടിമത്തം ഇപ്പോൾ കണ്ടതുപോലെ തന്നെ ദൈവം നിങ്ങൾക്ക് നൽകുന്ന രക്ഷ അവർ ഉടൻ കാണും. മഹാപ്രതാപത്തോടും നിത്യനായവന്റെ തേജസ്സോടും കൂടെ അത് നിങ്ങൾക്ക് ലഭിക്കും. എന്റെ മക്കളെ, ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ വന്ന ക്രോധം ക്ഷമാപൂർവം സഹിക്കുവിൻ. നിങ്ങളുടെ ശത്രു നിങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, എന്നാൽ അവരുടെ നാശം നിങ്ങൾ ഉടൻ കാണും. അവരുടെ കഴുത്ത് നിങ്ങൾ ചവിട്ടിമെതിക്കും. എന്റെ പിഞ്ചോമനകൾ പരുപരുത്ത പാതയിലൂടെ സഞ്ചരിച്ചു. ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ ശത്രുക്കൾ അവരെ അപഹരിച്ചു. എന്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ഇത് നിങ്ങളുടെ മേൽ വരുത്തിയ അവിടുന്ന് നിങ്ങളെ സ്മരിക്കും. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചുവന്ന് അവിടുത്തെ തേടുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ മേൽ ഈ അനർത്ഥങ്ങൾ വരുത്തിയവൻ തന്നെ നിങ്ങൾക്ക് രക്ഷയും നിത്യാനന്ദവും നൽകും. ജെറുസലേമേ, ധൈര്യമായിരിക്കുക, നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസമരുളും. നിന്നെ പീഡിപ്പിച്ചവനും നിന്റെ വീഴ്ചയിൽ സന്തോഷിച്ചവനും ദുരിതമനുഭവിക്കും. നിന്റെ മക്കളെ അടിമകളാക്കിയ പട്ടണങ്ങൾ ദുരിതമനുഭവിക്കും. നിന്റെ പുത്രന്മാരെ വാങ്ങിയ നഗരവും നിന്റെ പതനത്തിൽ സന്തോഷിക്കുകയും നിന്റെ നാശത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്തതുപോലെ
അവൾ സ്വന്തം നാശത്തിൽ ദുഃഖിക്കും. ജനത്തിന്റെ ബാഹുല്യത്തിൽ അവൾക്കുള്ള അഹങ്കാരം ഞാൻ ഇല്ലാതാക്കും. അവളുടെ ഗർവിനെ സന്താപമാക്കി തീർക്കും. നിത്യനായവനിൽ നിന്ന് അവളുടെ മേൽ വളരെ കാലത്തേക്ക് അഗ്നി ഇറങ്ങും. ദീർഘകാലത്തേക്ക് പിശാചുക്കൾ അവളിൽ വസിക്കും. ജെറുസലേമേ, കിഴക്കോട്ട് നോക്കുക. ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിക്കുന്ന ആനന്ദം കണ്ടാലും. ഇതാ, നീ പറഞ്ഞയച്ച് നിന്റെ സന്തതികൾ വരുന്നു. പരിശുദ്ധനായവന്റെ കൽപ്പനയനുസരിച്ച് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ശേഖരിക്കപ്പെട്ട അവർ ദൈവമഹത്വത്തിൽ ആനന്ദിച്ചുകൊണ്ടിതാ വരുന്നു. ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം. ജെറുസലേം, നീ ദുഃഖത്തിന്റെയും പീഡനത്തിന്റെയും വസ്ത്രം മാറ്റി ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിന്റെ സൗന്ദര്യം എന്നേക്കുമായി അണിയുക. ദൈവത്തിൽ നിന്നുള്ള നീതിയുടെ മേലങ്കി ധരിക്കുക. നിത്യനായവന്റെ മഹത്വത്തിന്റെ കിരീടം ശിരസിൽ അണിയുക. ആകാശത്തിന് കീഴിൽ എല്ലായിടത്തും ദൈവം നിന്റെ തേജസ് വെളിപ്പെടുത്തും. നീതിയുടെ സമാധാനവും ഭക്തിയുടെ മഹത്വവുമെന്ന് ദൈവം എന്നേക്കുമായി നിന്നെ പേര് വിളിക്കും. ജെറുസലേം, ഉണരുക. ഉയരത്തിൽ നിന്ന് കിഴക്കോട്ട് നോക്കുക. പരിശുദ്ധനായവന്റെ കൽപ്പനയനുസരിച്ച് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ശേഖരിക്കപ്പെട്ട നിന്റെ മക്കളെ കാണുക. ദൈവം നിന്നെ സ്മരിച്ചതിൽ അവർ ആനന്ദിക്കുന്നു. ശത്രുക്കൾ അവരെ നിന്നിൽ നിന്ന് വേർപെടുത്തി നടത്തിക്കൊണ്ടുപോയി. എന്നാൽ ദൈവം അവരെ സിംഹാസനത്തിൽ എന്ന പോലെ മഹത്വത്തിൽ സംഭവിച്ച് നിന്നിലേക്ക് മടക്കിക്കൊണ്ടുവരും. ഉന്നതഗിരികളും ശാശ്വത ശൈലങ്ങളും ഇടിച്ചു നിരത്താനും താഴ്വരകൾ നികത്തി നിരപ്പുള്ളതാക്കാനും ദൈവം കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഇസ്രായേൽ ദൈവത്തിന്റെ മഹത്വത്തിൽ സുരക്ഷിതരായി നടക്കും. ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് വനങ്ങളും സുഗന്ധവൃക്ഷങ്ങളും ഇസ്രായേലിന് തണലേകി. തന്നിൽ നിന്ന് വരുന്ന നീതിയും കാരുണ്യവും കൊണ്ട് ദൈവം സന്തോഷപൂർവ്വം ഇസ്രായേലിനെ തന്റെ മഹത്വത്തിന്റെ പ്രകാശത്തിൽ നയിക്കും. അവിടുത്തെ കാരുണ്യവും നീതിയും അവർക്ക് അകമ്പടി സേവിക്കും. ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം. ജെറമിയായുടെ ലേഖനം. ബാബിലോൺ രാജാവ് അടിമകളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോകാനിരിക്കുന്നവർക്ക് ജെറമിയ അയച്ച എഴുത്തിന്റെ പകർപ്പ്. ദൈവം തന്നോട് കൽപ്പിച്ച സന്ദേശം അവരെ അറിയിക്കാനായിരുന്നു ഇത്. ദൈവസന്നിധിയിൽ നിങ്ങൾ ചെയ്ത പാപം നിമിത്തം ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ നിങ്ങളെ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ബാബിലോണിലെത്തി ദീർഘകാലം 7 തലമുറ വരെ അവിടെ താമസിക്കേണ്ടി വരും. അതിനുശേഷം ഞാൻ നിങ്ങളെ അവിടെ നിന്ന് സമാധാനത്തിൽ തിരിച്ചു കൊണ്ടുവരും. നിങ്ങൾ ബാബിലോണിൽ വെള്ളി, സ്വർണം, മരം എന്നിവ കൊണ്ട് നിർമ്മിച്ച ദേവന്മാരെ കാണും. മനുഷ്യൻ അവയെ തോളിൽ ചുമക്കുന്നു. ജനതകൾ അവയെ ഭയപ്പെടുന്നു. ജനതകളെപ്പോലെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഈ ദേവന്മാരുടെ മുമ്പിലും പിൻപിലും നിന്ന് ജനക്കൂട്ടം ആരാധിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അവയോട് ഭയം തോന്നരുത്. എന്നാൽ നിങ്ങൾ ഹൃദയത്തിൽ പറയണം, കർത്താവേ, അങ്ങയെയാണ് ഞങ്ങൾ ആരാധിക്കേണ്ടത്. എന്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു. ശില്പികൾ മിനുക്കിയെടുത്തതാണ് അവയുടെ നാവുകൾ. സ്വർണവും വെള്ളിയും പൊതിഞ്ഞതാണ് ഈ വിഗ്രഹങ്ങൾ. സംസാരിക്കാൻ കഴിവില്ലാത്ത വ്യാജ ദേവന്മാരാണവ. ആഡംബര ഭ്രമമുള്ള യുവതികളെ എന്ന പോലെ അവയെ അവർ സുവർണ കിരീടമണിയിക്കുന്നു. പുരോഹിതന്മാർ ചിലപ്പോഴൊക്കെ ഈ ദേവന്മാരിൽ നിന്ന് സ്വർണവും വെള്ളിയും രഹസ്യമായി എടുത്ത് സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അതിൽ നിന്ന് ഉള്ളറയിലെ വേശ്യകൾക്ക് പോലും കൊടുക്കുന്നു. സ്വർണവും വെള്ളിയും മരവും കൊണ്ട് നിർമ്മിച്ച ഈ ദേവന്മാരെ അവർ മനുഷ്യരെ എന്ന പോലെ വസ്ത്രങ്ങൾ അണിയിക്കുന്നു. തുരുമ്പ് പിടിക്കാതെയോ ചെതുക്കിച്ചു പോകാതെയോ തന്നെത്താൻ രക്ഷിക്കാൻ അവയ്ക്കൊന്നിനും സാധ്യമല്ല. രക്താംബരം അണിയിക്കുമ്പോൾ അവയുടെ മുഖത്ത് കട്ട പിടിച്ചിരിക്കുന്ന ക്ഷേത്രത്തിലെ പൊടി തുടച്ചു മാറ്റേണ്ടി വരുന്നു. ദേശാധിപതികളെ പോലെ അവ ചെങ്കോൽ പിടിക്കുന്നു. എന്നാൽ തങ്ങളെ ധിക്കരിക്കുന്നവനെ നശിപ്പിക്കാൻ അവയ്ക്ക് കഴിവില്ല. അതിന്റെ വലത്ത് കൈയിൽ കടാരിയുണ്ട്, കോടാലിയുമുണ്ട്. എന്നാൽ യുദ്ധങ്ങളിൽ നിന്നോ കവർച്ചയിൽ നിന്നോ തന്നെ രക്ഷിക്കാൻ അതിന് കഴിവില്ല. അതുകൊണ്ട് അവ ദേവന്മാരല്ലെന്ന് വ്യക്തമാണ്. അവയെ ഭയപ്പെടേണ്ട. ഉപയോഗശൂന്യമായ പൊട്ടപാത്രങ്ങൾ പോലെയാണ് വിജാതിയരുടെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവന്മാർ. അവിടെ പ്രവേശിക്കുന്നവർ പറത്തുന്ന പൊടി കൊണ്ട് അവയുടെ കണ്ണുകൾ മൂടിയിരിക്കുന്നു. രാജ്യദ്രോഹത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്നവനെ എല്ലാ വശത്തു നിന്നും വാതിലടച്ച് സൂക്ഷിക്കുന്നത് പോലെ വിഗ്രഹങ്ങൾ കള്ളന്മാർ അപഹരിക്കാതിരിക്കാൻ പുരോഹിതന്മാർ വാതിലുകളും
താഴുകളും ഓടാമ്പലുകളും കൊണ്ട് ക്ഷേത്രം സുരക്ഷിതമാക്കുന്നു. തങ്ങൾക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ വിളക്കുകൾ അവർ ദേവന്മാർക്ക് വേണ്ടി കത്തിക്കുന്നു. എന്നാൽ അവയിൽ ഒന്നുപോലും കാണാൻ ദേവന്മാർക്ക് കഴിവില്ല. അവ ക്ഷേത്രത്തിന്റെ തുലാത്തിന് തുല്യമാണ്. ഭൂമിയിലെ കീടങ്ങൾ അവയെയും അവയുടെ വസ്ത്രങ്ങളെയും തിന്നു നശിപ്പിക്കുമ്പോൾ അവയുടെ ഹൃദയം ഉരുകിയതാണ് അത് എന്ന് മനുഷ്യർ പറയുന്നു. ക്ഷേത്രത്തിലെ പുക കൊണ്ട് തങ്ങളുടെ മുഖം ഇരുണ്ടുപോയത് അവ അറിയുന്നില്ല. വവ്വാലുകളും മീവൽ പക്ഷികളും പറവകളും വന്ന് അവയുടെ ശരീരത്തിലും ശിരസിലും ഇരിക്കുന്നു. അതുപോലെ തന്നെ പൂച്ചകളും. ഇതിൽ നിന്ന് അവ ദേവന്മാരല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അവയെ ഭയപ്പെടേണ്ട. അലങ്കാരത്തിനായി അവ ധരിക്കുന്ന സ്വർണത്തിൽ പറ്റിയ അഴുക്ക് തുടച്ചില്ലെങ്കിൽ അവ തിളങ്ങുകയില്ല. വാർത്തെടുക്കുമ്പോൾ പോലും അവയ്ക്കൊരു വികാരവുമില്ലായിരുന്നു. അവയെ എന്ത് വിലയ്ക്കും വാങ്ങാം. പക്ഷേ അവയ്ക്ക് ജീവനില്ല. കാലുകളില്ലാത്തതിനാൽ അവ മനുഷ്യന്റെ തോളുകളിൽ വഹിക്കപ്പെടുന്നു. അങ്ങനെ മനുഷ്യവർഗത്തിന് അവയുടെ നിസ്സാരത വ്യക്തമാകുന്നു. അവയെ ആരാധിക്കുന്നവർ ലജ്ജിതരാകുന്നു. എന്തെന്നാൽ അവരാണ് അവയെ ഉറപ്പിച്ചു നിർത്തുന്നത്. അല്ലെങ്കിൽ അവ വീണുപോകും. നിലത്ത് നാട്ടി നിർത്തിയാൽ അവയ്ക്ക് തന്നെത്താൻ ചലിക്കാൻ കഴിവില്ല. മറിച്ചിട്ടാൽ അവയ്ക്ക് നേരെ നിൽക്കാനാവില്ല. മരിച്ചവരുടെ മുമ്പിലെന്ന പോലെയാണ് അവയുടെ മുൻപിൽ കാഴ്ചകൾ അർപ്പിക്കുന്നത്. ഈ ദേവന്മാർക്ക് കാഴ്ചവെക്കുന്ന ബലിവസ്തുക്കൾ പുരോഹിതന്മാർ വിറ്റ് ആ പണം ഉപയോഗിക്കുന്നു. അതുപോലെ അവരുടെ ഭാര്യമാരും കുറെയെടുത്ത് ഉപ്പിട്ട് സൂക്ഷിക്കുന്നു. ദരിദ്രർക്കോ നിസ്സഹായർക്കോ ഒന്നും കൊടുക്കുന്നില്ല. ആർത്തവകാലത്തും പ്രസവാനന്തരവും സ്ത്രീകൾ ആ ബലിവസ്തുക്കളെ സ്പർശിക്കുന്നു. ഇക്കാരണങ്ങളാൽ അവ ദേവന്മാരല്ലെന്ന് നിങ്ങൾ അറിയുന്നു. അവയെ ഭയപ്പെടേണ്ട. അവയെ എന്തിന് ദേവന്മാരെന്ന് വിളിക്കണം? സ്വർണവും വെള്ളിയും മരവും കൊണ്ടുള്ള അവയ്ക്ക് സ്ത്രീകൾ ഭക്ഷണം വിളമ്പുന്നു. അവയുടെ ക്ഷേത്രങ്ങളിൽ പുരോഹിതന്മാർ കീറിയ വസ്ത്രങ്ങൾ ധരിച്ചും താടിയും തലയും ക്ഷൗരം ചെയ്തും ശിരസ് മറയ്ക്കാതെയും ഇരിക്കുന്നു. മരിച്ചവനു വേണ്ടിയുള്ള അടിയന്തരത്തിൽ ചിലർ ചെയ്യാറുള്ളതുപോലെ അവയുടെ മുമ്പിൽ അവർ അലറുകയും മുറവിളി കൂട്ടുകയും ചെയ്യുന്നു. ഭാര്യമാരെയും മക്കളെയും അണിയിക്കാനായി പുരോഹിതന്മാർ തങ്ങളുടെ ദേവന്മാരുടെ വസ്ത്രങ്ങളിൽ ചിലതെടുക്കുന്നു. അവയോട് നന്മ ചെയ്താലും തിന്മ ചെയ്താലും പ്രതിഫലം നൽകാൻ അവയ്ക്ക് കഴിവില്ല. രാജാവിനെ നിയമിക്കാനോ സ്ഥാനഭ്രഷ്ടനാക്കാനോ അവയ്ക്ക് സാധിക്കുകയില്ല. അതുപോലെ തന്നെ സമ്പത്തോ പണമോ നൽകാൻ അവയ്ക്ക് കഴിവില്ല. ആരെങ്കിലും അവയോട് ശപഥം ചെയ്തിട്ട് അനുഷ്ഠിക്കാതിരുന്നാൽ അത് ഈടാക്കാൻ അവയ്ക്ക് സാധിക്കുകയില്ല. മരണത്തിൽ നിന്ന് മോചിപ്പിക്കാനോ ബലവാനിൽ നിന്ന് ദുർബലനെ രക്ഷിക്കാനോ അവയ്ക്ക് കഴിയുകയില്ല. അന്ധന് കാഴ്ച നൽകാനോ ആകുലതയിൽ നിന്ന് ഒരുവനെ വിമുക്തനാക്കാനോ അവയ്ക്ക് സാധിക്കുകയില്ല. വിധവയോട് കാരുണ്യം കാണിക്കാനോ അനാഥന് നന്മ ചെയ്യാനോ അവയ്ക്ക് കഴിവില്ല. തടികൊണ്ട് നിർമ്മിക്കുകയും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിയുകയും ചെയ്തിരിക്കുന്ന ഈ ദേവന്മാർ പർവ്വതങ്ങളിലെ കല്ലുകൾക്ക് സമാനമാണ്. അവയെ ആരാധിക്കുന്നവർ ലജ്ജിതരാകും. എന്നിട്ടും അവ ദേവന്മാരാണെന്ന് കരുതുകയും അപ്രകാരം അവയെ വിളിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? ഇതിനു പുറമെ കൽദായർ പോലും അവയെ അവഹേളിക്കുന്നു. അവർ ഊമനെ കണ്ടാൽ ബാലിന്റെ അടുത്ത് കൊണ്ടുവന്ന് അവന് സംസാരശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബാലിന് ഗ്രഹണശക്തിയുണ്ടെന്നാണ് അവരുടെ വിചാരം. എന്നാൽ അവർക്കിത് മനസ്സിലാക്കി അവയെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. കാരണം അവർക്ക് ബുദ്ധിയില്ല. സ്ത്രീകൾ അരയിൽ ചരട് ചുറ്റി വഴിയരികിലിരുന്ന് കുന്തിരുക്കത്തിന് പകരം തവിട് പുകയ്ക്കുന്നു. യാത്രക്കാരിൽ ആരെങ്കിലും അവളെ ആകർഷിക്കുകയും അവൾ അവനോടുകൂടെ ശയിക്കുകയും ചെയ്താൽ അവൾ തന്റെ അയൽക്കാരിയെ അധിക്ഷേപിക്കുന്നു. എന്തെന്നാൽ അവൾ തന്നെ പോലെ ആകർഷണത്വമുള്ളവളല്ല. അവളുടെ ചരട് പൊട്ടിച്ചതുമില്ല. അവയ്ക്ക് വേണ്ടി എന്ത് ചെയ്താലും അത് വ്യർത്ഥമാണ്. എന്നിട്ടും അവ ദേവന്മാരാണെന്ന് ചിലർ കരുതുകയും അപ്രകാരം അവയെ വിളിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? മരപ്പണിക്കാരും സ്വർണപ്പണിക്കാരുമാണ് അവ ഉണ്ടാക്കിയത്. ശില്പികൾ ആഗ്രഹിക്കുന്നതല്ലാതെ മറ്റൊന്നും ആകാൻ അവയ്ക്ക് സാധിക്കുകയില്ല. അവയെ ഉണ്ടാക്കുന്നവർ പോലും ദീർഘകാലം ജീവിക്കുകയില്ല. അങ്ങനെയെങ്കിൽ അവ നിർമ്മിച്ച വസ്തുക്കൾക്ക് എങ്ങനെ ദേവന്മാരായിരിക്കാൻ സാധിക്കും? വരും തലമുറയ്ക്കും നുണകളും നിന്ദയും മാത്രമാണ് അവർ അവശേഷിപ്പിച്ചിരിക്കുന്നത്. യുദ്ധവും നാശവും വരുമ്പോൾ തങ്ങൾക്കും തങ്ങളുടെ ദേവന്മാർക്കും എവിടെ ഒളിക്കാൻ കഴിയുമെന്ന് പുരോഹിതന്മാർ കൂടിയാലോചിക്കുന്നു. യുദ്ധത്തിൽ നിന്നോ നാശത്തിൽ നിന്നോ തങ്ങളെ തന്നെ രക്ഷിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവ ദേവന്മാരല്ലെന്ന് എങ്ങനെ വിശ്വസിക്കാതിരിക്കും? അവ തടികൊണ്ട് നിർമ്മിച്ചവയും
സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞവയും ആയതുകൊണ്ട് കപട വസ്തുക്കളാണെന്ന് ഭാവിയിൽ അറിയപ്പെടും. അവ ദേവന്മാരല്ലെന്നും മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായ വസ്തുക്കളാണെന്നും അവയിൽ ദൈവത്തിന്റെ പ്രവർത്തനം ഒന്നുമില്ലെന്നും എല്ലാ ദേശങ്ങൾക്കും രാജാക്കന്മാർക്കും വെളിപ്പെടും. അപ്പോൾ അവ ദേവന്മാരല്ലെന്ന് ആർക്ക് മനസ്സിലാകാതിരിക്കും? ദേശത്ത് രാജാവിനെ നിയമിക്കാനോ മനുഷ്യർക്ക് മഴ നൽകാനോ അവയ്ക്ക് സാധിക്കുകയില്ല. അവയ്ക്ക് സ്വന്തം കാര്യം സ്ഥാപിക്കാനോ നിരപരാധിനെ മോചിപ്പിക്കാനോ സാധ്യമല്ല. എന്തെന്നാൽ അവ അശക്തമാണ്. അവ ആകാശത്തിനും ഭൂമിക്കും മധ്യേയുള്ള കാക്കകളെ പോലെയാണ്. മരം കൊണ്ട് നിർമ്മിതവും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞതുമായ ദേവന്മാരുടെ ക്ഷേത്രത്തിന് തീ പിടിക്കുമ്പോൾ അവയുടെ പുരോഹിതന്മാർ ഓടി രക്ഷപ്പെടും. അപ്പോൾ ദേവന്മാർ തുലാം കത്തുന്നതുപോലെ കത്തിപ്പിളരും. മാത്രമല്ല, അവയ്ക്ക് രാജാവിനെയോ ശത്രുക്കളെയോ എതിർത്ത് നിൽക്കാൻ സാധിക്കുകയില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവയെ ദേവന്മാരായി കരുതുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത്? തടികൊണ്ട് നിർമ്മിച്ചതും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞതുമായ ദേവന്മാർക്ക് കള്ളന്മാരിൽ നിന്നോ കവർച്ചക്കാരിൽ നിന്നോ തങ്ങളെ തന്നെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. ശക്തന്മാർ അവയുടെ സ്വർണവും വെള്ളിയും അവ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും കൊള്ള വസ്തുക്കളാക്കി എടുത്തുകൊണ്ടു പോകുമ്പോൾ അവയ്ക്ക് തങ്ങളെ തന്നെ രക്ഷിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈ വ്യാജ ദേവന്മാരായിരിക്കുന്നതിൽ ഭേദം ധൈര്യം കാണിക്കുന്ന ഒരു രാജാവോ യജമാനന്റെ ആവശ്യങ്ങൾ സാധിക്കുന്ന വീട്ടുപകരണമോ ആയിരിക്കുകയാണ്. വീട്ടിലുള്ളത് സംരക്ഷിക്കുന്ന ഒരു വാതിലോ കൊട്ടാരത്തിലെ മരത്തൂണോ ആയിരിക്കുന്നതാണ് ഈ വ്യാജ ദേവന്മാരായിരിക്കുന്നതിനേക്കാൾ ഭേദം. പ്രകാശിക്കുകയും ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുകയും ചെയ്യുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അനുസരണമുള്ളവയാണ്. അതുപോലെ തന്നെയാണ് മിന്നൽ പിണരും. അത് മിന്നുമ്പോൾ എല്ലായിടത്തും കാണപ്പെടുന്നു. അങ്ങനെ തന്നെ കാറ്റും എല്ലാ ദേശങ്ങളിലും വീശുന്നു. ദൈവം മേഘങ്ങളോട് ലോകം മുഴുവൻ പോകാൻ കൽപ്പിക്കുമ്പോൾ അവ അവിടുത്തെ ആജ്ഞകൾ അനുസരിക്കുന്നു. പർവ്വതങ്ങളും വൃക്ഷങ്ങളും ദഹിപ്പിക്കുന്നതിനായി ആകാശത്തിൽ നിന്ന് അഗ്നി അയക്കുമ്പോൾ അത് ആജ്ഞ അനുസരിക്കുന്നു. എന്നാൽ ഈ വിഗ്രഹങ്ങളെ രൂപത്തിലോ ശക്തിയിലോ അവയോട് തുലനം ചെയ്യാനാവുകയില്ല. അതിനാൽ ആരും അവയെ ദേവന്മാരാണെന്ന് കരുതുകയോ അപ്രകാരം വിളിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ അവയ്ക്ക് വിധി പ്രസ്താവിക്കാനോ മനുഷ്യർക്ക് നന്മ ചെയ്യാനോ കഴിവില്ല. അതുകൊണ്ട് അവ ദേവന്മാരല്ലെന്ന് അറിയുവിൻ. അവയെ ഭയപ്പെടേണ്ട. അവയ്ക്ക് രാജാക്കന്മാരെ ശപിക്കാനോ അനുഗ്രഹിക്കാനോ ശക്തിയില്ല. ആകാശത്തിലും ജനതകളുടെ ഇടയിലും അടയാളങ്ങൾ കാണിക്കാനോ സൂര്യനെ പോലെ ശോഭിക്കാനോ ചന്ദ്രനെ പോലെ പ്രകാശം നൽകാനോ അവയ്ക്ക് കഴിവില്ല. അവയേക്കാൾ എത്ര ഭേദമാണ് വന്യമൃഗങ്ങൾ. എന്തെന്നാൽ അവയ്ക്ക് ഓടി ഒളിക്കാനും രക്ഷപ്പെടാനും അറിയാം. അതുകൊണ്ട് അവ ദേവന്മാരാണെന്നതിന് ഒരു തെളിവുമില്ല. അവയെ ഭയപ്പെടേണ്ട. വെള്ളരിത്തോട്ടത്തിൽ സ്ഥാപിക്കുന്ന നോക്കുകുത്തി ഒന്നും സംരക്ഷിക്കാത്തതുപോലെ തന്നെയാണ് മരം കൊണ്ട് നിർമ്മിച്ചതും സ്വർണവും വെള്ളിയും പൊതിഞ്ഞതുമായ അവരുടെ ദേവന്മാർ. അതുപോലെ തന്നെ തടികൊണ്ട് നിർമ്മിച്ചതും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞതുമായ അവരുടെ ദേവന്മാർ ഏത് പക്ഷിയും വന്നിരിക്കുന്ന ഉദ്യാനത്തിലെ മുൾച്ചെടി പോലെയും അന്ധകാരത്തിൽ എറിയപ്പെടുന്ന മൃതശരീരം പോലെയുമാണ്. അവ ധരിച്ചിരിക്കുന്ന ദ്രവിച്ച ധൂമ്രവസ്ത്രവും ചണവസ്ത്രവും കൊണ്ട് തന്നെ അവ ദേവന്മാരല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അവസാനം അവയെല്ലാം നിശേഷം നശിക്കുകയും ദേശത്തിന് അപമാനമായി തീരുകയും ചെയ്യും. അതിനാൽ വിഗ്രഹങ്ങളില്ലാത്ത നീതിമാനാണ് ഉത്തമൻ. അവൻ ആക്ഷേപങ്ങൾക്ക് അധീനനായിരിക്കും.